ചെയ്തത് വലിയ ചതിയും നന്ദിയിടുക. അമ്മാവനോട് എത്ര മാപ്പ് പറഞ്ഞാലും ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമാവില്ലെന്നറിയാം. എങ്കിലും അയ്യയ്യയ്യേ, എന്തുവാ ഇത്? എഴുന്നേറ്റ് മോനെ, എഴുന്നേറ്റ്. എടാ മോനെ, കരയാതിരിക്കടാ മക്കളെ. നിന്റെ മനസ്സിലെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സങ്കടപ്പെടണ്ട. അല്ല മോനെ, നിന്നോട് ഞാനല്ലാണ്ട് വേറെ ആരാ ക്ഷമിക്കുക? അതുകൊണ്ടാ ഞാൻ സൗഭാഗ്യ കൊണ്ട് പറഞ്ഞു വിട്ടത്. അമ്മാവൻ എന്നോട് ഒരിക്കലും പൊറക്കില്ലെന്നാ ഞാൻ കരുതിയത്. എടാ മക്കളെ, നിന്നോട് പൊറത്തില്ലെങ്കിൽ കരുനീലിക്കാവില്ല അമ്മ എന്നോട് പൊറക്കൂല. അതുകൊണ്ട് മക്കളെ, നീ എല്ലാം അങ്ങോട്ട് മറന്നേക്ക കേട്ടാ. അമ്മാവന്റെ ഈ നല്ല മനസ്സിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, അത് സമയം വരട്ടെ. അത് ഞാൻ അപ്പ പറയാം. ഇപ്പോഴേ എന്റെ മോൻ സമാധാനിക്ക് കേട്ടോടാ മോനെ. എടാ മോനെ ഗിരി, നീ കാണുന്നതിനേക്കാളും വലിയ മനസ്സുള്ള ഒരാളാ ഈ ഞാനേ. അത് നീയും എന്റെ മോളും മനസ്സിലാക്കിയില്ല. നീ എന്റെ മോളും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഒരു വാക്കിനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നേരിട്ട് നടത്തി തരില്ലായിരുന്നു. എന്നാ പിന്നെ ഈ വല്ല പൂരിന്റെയും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? അല്ല മോനെ, അവക്കെ എന്റെ മോക്കെ പറയാൻ പേടി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ മോനെ, നിനക്ക് എന്നോട് പറയാമായിരുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടില്ല. അപ്പൊ നിനക്ക് പറയാമായിരുന്നു. അല്ല മാവ, സംഭവിച്ചെന്താന്ന് വെച്ചാ ഞാൻ തുറന്നു നീ ഒന്നും പറയണ്ട. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. എടാ, ഇപ്പൊ നീ ഈ വീട്ടിന്റെ മരുമകനാ. ഇനി പഴയതൊന്നും പറയണ്ട. സൗഭാഗ്യം വന്ന് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടാവുമല്ലോ. പാറു നീയും കൂടെ സന്തോഷായിട്ട് വിരുന്നിന് വരണം. അങ്ങനെ ഒരു സ്വത്ത് അവന്റെ പേരിലുള്ളതായിട്ട് അച്ഛന് വിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു സ്വത്തുണ്ടോ? അതോ അവനെ അവളെയും ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റാൻ വേണ്ടി അച്ഛൻ ഈ സ്വത്തിന്റെ കഥ കള്ളം പറഞ്ഞാണോ? ഞാൻ കാണിക്കുന്ന കള്ളത്തിനൊന്നും എന്റെ പോലെ വ്യക്തമായിട്ട് അറിയില്ലല്ലോ. അച്ഛൻ എന്നോട് സത്യം പറയണം. എടാ, ഞാൻ വെറുതെ ഇല്ലാ കഥ പറഞ്ഞതല്ല. അവനും അവന്റെ സഹോദരിമാർക്ക് അവകാശപ്പെട്ട 150 ഏക്കർ സ്വത്തുണ്ട്. അത് അവന്റെ അമ്മയുടെ പേരിലുള്ള സ്വത്താ. അറിയാലോ നമ്മുടെ നിയമം. സ്വത്തിന്റെ ഉടമയായ ഒരാള് മരിക്കുകയോ അയാളെ 7 വർഷം കാണാതായോ ചെയ്താൽ പിന്നീട് ആ സ്വത്തിന്റെ അവകാശം അവരുടെ അനന്തരാവകാശികൾക്ക് വന്നു ചേരും. അതനുസരിച്ച് ഇപ്പോ ഗിരിയുടെ അമ്മയുടെ സ്വത്തിന്റെ അവകാശികൾ ഈ ഗിരി അവന്റെ അനീതിമാരുവാ. എങ്ങനെങ്കിലും അവരുടെ ഒപ്പുകൾ സംഘടിപ്പിച്ചാൽ മാത്രമേ ആ 150 ഏക്കർ നമുക്ക് തട്ടിയെടുക്കാനാവൂ. എടാ, ഗിരി പറഞ്ഞ അവന്റെ അനീതിമാരെ ഒപ്പിടില്ലേ? ഒപ്പിടും. അതുകൊണ്ട് ആദ്യം അവനെ നമുക്ക് നമ്മുടെ വഴിയെ കൊണ്ടുവരണം. എടാ, അതിനു വേണ്ടി ഞാൻ ഈ നാടകം കളിക്കുന്നത്. അച്ഛാ, അവന്റെ ഒപ്പാണ് വേണ്ടെങ്കിൽ അച്ഛനെ കടലാസ് എനിക്കിതാ. അവന്റെ കൈ വെട്ടിയെടുത്തിട്ടാണെങ്കിലും ഞാനതിൽ ഒപ്പിക്കാം. മണ്ടത്തനം പറയാതെടാ നകുല. അങ്ങനെ ചെയ്താ അവന്റെ അനീത്യന്മാരുടെ ഒപ്പ് കിട്ടുവോ? അപ്പച്ചി, അപ്പച്ചി പോവാണോ? നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ടാ. അല്ല അപ്പച്ചി, വിരുന്നിന് എത്ര പായസം ഉണ്ടാവും? ലീലേച്ചിന്റെ അവിടുത്തെ വിരുന്നിന് ഒരു പായസേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് എത്ര പായസം വേണം? എത്ര വേണമെങ്കിലും ഉണ്ടാക്കി തരാം. എടി, വിരുന്ന് ഏട്ടനും ഏട്ടത്തിക്കും ഉള്ളതാ, അല്ലാതെ നിനക്കുള്ളതല്ല. വിരുന്ന് ഞങ്ങൾക്കും കൂടി ഉള്ളതാ അല്ലേ അപ്പച്ചി? അതെ അതെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല അപ്പച്ചി, ഗിരിയേട്ടൻ കൂടി വന്നിട്ട്. ഗിരി അവിടെ ഉണ്ടല്ലോ.
ദേ ഏട്ടൻ വന്നല്ലോ. എന്തായി മോനെ അമ്മാവനെ കണ്ടിട്ട്? അമ്മ നല്ല ആളാ. അമ്മ ഇത്രയ്ക്ക് പാവമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പാവം, ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അസുരനുണ്ടെന്ന് കിരീട്ടൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അമ്മാവനോട് പറഞ്ഞു. പലതും അമ്മാവനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ ഒന്നും കേൾക്കാൻ നിന്നില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഇനി അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് മാപ്പ് തന്നു. എനിക്ക് സമാധാനായി, ഒരുപാട് സന്തോഷമായി. വലിയൊരു പ്രയാസ മനസ്സിൽ തൊഴിഞ്ഞു പോയത്. ഇതമ്മാവൻ സ്വയം എടുത്ത തീരുമാനമൊന്നുമല്ല. നിങ്ങളോട് ക്ഷമിക്കണമെന്ന് നാട്ടുകാര് നിർബന്ധം കൂട്ടി. ആ നിർബന്ധത്തിന് വഴങ്ങിയ ഇന്നോളം ആരുടെ മുന്നിലും തലകുനിക്കാത്ത പപ്പേട്ടൻ ആ തീരുമാനം എടുത്തത്. ആയിക്കോട്ടെ, ആരൊക്കെ നിർബന്ധിച്ചാലും ഒരാൾക്ക് ക്ഷമിക്കാനൊരു മനസ്സുണ്ടാവണമല്ലോ. അത് വലിയ കാര്യമില്ലേ? കിരീട്ടൻ ഇത്രയ്ക്ക് നിഷ്കളങ്കനായി പോയല്ലോ. ഏതായാലും എല്ലാം നന്നായി വരട്ടെ. പപ്പേട്ടന്റെ ഈ മനസ്സ് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ നാളെ രാവിലെ തന്നെ നീ എല്ലാരെയും കൂട്ടി അങ്ങ് എത്തിയേക്കണം. എത്താപ്പച്ചി.